ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹീതമായിരിക്കുന്ന നല്ലൊരു പ്രഭാതത്തിനായി നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇന്ന് വളരെ വേഗത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്ത് കർത്താവ് നമുക്ക് ഓരോ ദിവസവും നൽകി തരുന്ന ആത്മീയമായിരിക്കുന്ന ആ ഭക്ഷണം, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഓരോ ദിവസവും ഒരുക്കുന്ന ആ ദൈവിക വചനത്തെ നമുക്ക് ശ്രമിക്കാം. ആമേൻ. പ്രാർത്ഥനയോടുകൂടി ഈ വചനത്തെ ഒന്ന് ശ്രമിച്ചാലും, ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല്യ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും വീണ്ടെടുക്കപ്പെട്ടത് ഈ ലോകത്തിൽ ജീവിപ്പാൻ വേണ്ടിയല്ല. വീണ്ടെടുക്കപ്പെട്ടത് ഈ ലോകത്തിൽ എന്തെങ്കിലും പ്രാപിപ്പാൻ വേണ്ടിയല്ല. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത് നിത്യജീവനായിട്ടാണ്. നമുക്കൊരു നിത്യതയുണ്ട്. ഈ ലോകത്തിലെ വാസം കഴിഞ്ഞാൽ നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യജീവന് വേണ്ടി തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് അവൻ്റെ പുറകെ ചെല്ലണം എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഇന്നായിരിക്കുന്ന പല നമ്മുടെ പ്രാർത്ഥനകളും, നമ്മളായിരിക്കുന്ന പല നമ്മുടെ സെൻറ്ററുകൾ എല്ലാം ഈ ലൗകികമായിരിക്കുന്ന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നാം സ്വാർത്ഥ മനസാക്ഷിയോടും സ്വാർത്ഥമായ ആഗ്രഹത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ചോദിക്കുന്ന ഒരു ചോദ്യം നാം ഓരോരുത്തരോടും, എന്നോടും നിങ്ങളോടും എല്ലാം ഒരുമിച്ച്, ഇന്ന് കാഹളം ധ്വനിച്ചാൽ, ഇന്ന് നമുക്ക് മരണം സംഭവിച്ചാൽ യാഥാർത്ഥ്യമായും നാം നിത്യതയിലെത്തുമോ? ഇത് വേറൊരു വ്യക്തിക്ക് നാം കൊടുക്കുന്നൊരു മറുപടി അല്ല, മറിച്ച് നാം വചനപ്രകാരം നമ്മെ തന്നെ ശോധന ചെയ്തിട്ട് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതാകുമ്പം അത് വളരെ ക്ലാരിറ്റി ആയിരിക്കും. മറ്റാരോടും പറയേണ്ട, മനസാക്ഷിയിൽ തന്നെ വചനപ്രകാരം ഒന്ന് ശോധന ചെയ്തിട്ട്, ദൈവമേ, ശരിക്കും പറയാം, ഇന്ന് കാഹളം ധ്വനിച്ചാൽ ഞാൻ നിത്യതയിൽ എത്തുമോ? അതോ ഞാൻ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണോ? എൻ്റെ പ്രാർത്ഥനയിൽ ലോകത്തിലെ ആഗ്രഹങ്ങൾ മാത്രമാണോ? ഞാൻ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാറുണ്ടോ? ചെറിയൊരു വാക്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയൊരു സാരാംശം. അതായത്, നമ്മുടെ ജീവിതം ഒരു യാഗപീഠമാണ്. നാം ഒരു യാഗവസ്തു. നമ്മുടെ ജീവിതം ഒരു യാഗപീഠമാണ്. നാം ഒരു യാഗവസ്തുവാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവേശുവിൻ്റെ വചനപ്രകാരം അടുക്കി ചിട്ടയോടുകൂടി ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മിൽ മേൽ എന്തിനു ദൈവത്തിൻ്റെ ആ തീ ഇറങ്ങും, ദൈവത്തിൻ്റെ പ്രസാദം ഇറങ്ങും. അങ്ങനെ ദൈവപ്രസാദം ഇറങ്ങി നമ്മുടെ ശാരീരികമായിരിക്കുന്ന അശുദ്ധികളെ കത്തിച്ച് നമുക്ക് ദൈവത്തോടു കൂടി ഈ ലോകത്ത് യാത്ര ചെയ്യുവാൻ നമുക്ക് അതിനുള്ള ഇഷ്ടവും താല്പര്യവും തോന്നും. കാരണം ഈ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വളരെ കൂടുതലാണ്. പ്രായഭേദമന്യേ ശരീരം ഓരോ ദിവസവും വ്യത്യസ്തമായിരിക്കുന്ന ആഗ്രഹങ്ങളിൽ കൂടെ നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ നമുക്ക് ദൈവത്തോടു കൂടി വസിക്കണമെങ്കിൽ ശരീരത്തിൻ്റെ ഇഷ്ടങ്ങളെ നാം മരിപ്പിക്കണം. അതുകൊണ്ടാണ് 1 രാജാക്കന്മാർ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ കർമ്മേലിൻ്റെ മലമുകളിൽ ഏലിയാവ് തൻ്റെ ഇസ്രായേൽ ജനത്തെ വിളിക്കുകയാണ്. അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞിട്ട് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. സോ നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തിയ ക്രമക്കേടുകൾ, പാളിച്ചകൾ, പരാജയങ്ങൾ, പാപം, അകൃത്യം, ലംഘനം, വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിൽ, നിരൂപണത്തിൽ, കൊടുക്കൽ, വാങ്ങൽ, ഏതെല്ലാം മേഖലയിൽ നമുക്ക് പരാജയങ്ങൾ സംഭവിച്ചു, അതിനെയെല്ലാം വചനപ്രകാരം വീണ്ടും കീറിയടുക്കി, അല്ലേ? കീറിയടുക്കണം. വൃത്തിക്കതിനെ കീറി പാകത്തിന് എൻ്റെ ക്രമപ്രകാരം അടുക്കി ദൈവവചനപ്രകാരം അതിനെ ക്രമീകരിച്ച് കഴിയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. നാം പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ മറുപടി ലഭിക്കണമെന്നില്ല. ഒരു പക്ഷെങ്കിൽ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ നമ്മളെ കീറി അടുക്കുന്ന നിമിഷങ്ങളായിരിക്കാം. ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നവർ ദൈവം ഒരു പക്ഷേ നിങ്ങളെ കീറി അടുക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പല സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും അത് ദൈവം ഇട്ടിട്ട് നമ്മളെ കീറി അടുക്കുന്ന ചില നിമിഷങ്ങളാണ്. കാരണം എന്തിനു വേണ്ടിയാ? നിത്യതയിൽ എന്നെയും നിങ്ങളെയും എത്തിക്കണം. റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മുടെ മനസ്സിൽ സത്യത്തിൻ്റെ ബോധ്യമുണ്ട്, നമ്മുടെ മനസ്സിൽ നല്ല ധാരണയുണ്ട്, ജീവിക്കണം ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ ശരീരം അതിന് വഴങ്ങുന്നില്ല.
സോ റോമാലേഖനം 10:10 പറയുകയാണ്, നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നമ്മൾ വാ കൊണ്ട് അംഗീകരിക്കുകയും ചെയ്യണം. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും നാം എന്ത് ചെയ്യണം? ദൈവനാമത്തിന് വേണ്ടി അതിനെ സമർപ്പിക്കണം. അതിന് റോമാലേഖനം വീണ്ടും 6:13 പറയുമ്പോൾ, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാൽ പാപത്തിന് സമർപ്പിക്കുകയും അരുത്, നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചു കൊള്ളുവീൻ. അതായത് നമ്മുടെ കണ്ണ്, നമ്മുടെ മൂക്ക്, നമ്മുടെ ചെവി, നമ്മുടെ ശബ്ദം, നമ്മുടെ നാക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ കൈകാലുകൾ എല്ലാം ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. നമ്മുടെ മൊബൈലുകൾ നമ്മൾ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ വിരലുകൾ നമ്മുടെ ദൈവത്തിൻ്റെ നീതിക്ക് വേണ്ടി ആയിത്തീരട്ടെ. നമ്മുടെ നോട്ടം, നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരം ഓരോ ദിവസവും, ഓരോ മിനിറ്റ്, സെക്കൻഡ്, മണിക്കൂറുകൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആയിത്തീരട്ടെ. പലപ്പോഴും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ആ മന്ദിരത്തെ നമ്മൾ ഒരു കാരണവശാലും നശിപ്പിക്കാൻ സാധ്യമല്ല. മദ്യമോ മയക്കുമരുന്നോ മറ്റുള്ള ഇതുകൊണ്ട് മാത്രമല്ല, മറ്റു പല രീതിയിലും നാം ഇതിനെ നശിപ്പിക്കാറുണ്ട്. അയോഗ്യമായി നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്ന കാരണം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ശരീരത്തെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ഒരു അനുഗ്രഹപ്പെട്ട ദൈവിക ജീവിതം ജീവിച്ച് നിത്യതയ്ക്ക് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.